സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ ഈ അവസാനമില്ലാത്ത യാത്രയിൽ നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിറയുന്ന ആ കനത്ത നിശബ്ദത അതൊരു അവസാനമല്ല, മറിച്ച് വളരെ വലിയൊരു തുടക്കമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ എവിടെയോ ശൂന്യതയിൽ അലിഞ്ഞുപോയതായും നിങ്ങളുടെ വിളികൾ വെറുതെയായെന്നും നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നിങ്ങൾ പുറത്തുള്ള ലോകത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തിരയുന്നു. എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു അടയാളം ലഭിക്കണമെന്ന് നിങ്ങൾ കൊതിക്കുന്നു. എന്നാൽ ആ അടയാളം ഉടനടി ലഭിക്കാതെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് സംശയങ്ങളാൽ നിറയുന്നു. നിങ്ങൾ നിങ്ങളെത്തന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളെയും ഈ അനന്തമായ പ്രപഞ്ചത്തിന്റെ നീതിയെയും സംശയിക്കാൻ തുടങ്ങുന്നു. ജീവിതം നിങ്ങളോട് കഠിനമായി പെരുമാറുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. എന്നാൽ സത്യം ഇതിന് നേരെ വിപരീതമാണ്. ജീവിതം ഒരിക്കലും നിങ്ങൾക്കെതിരല്ല. അത് എപ്പോഴും നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അത് പ്രവർത്തിക്കുന്ന രീതി നിങ്ങളുടെ പരിമിതമായ ചിന്തകൾക്കപ്പുറം വളരെ ആഴത്തിലുള്ളതും നിഗൂഢവുമാണ്. നിങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നിങ്ങൾ കാണുന്നത് ഒരു മിഥ്യ മാത്രമാണ്, വെറുമൊരു ഉപരിതലം. യഥാർത്ഥ മാറ്റവും യഥാർത്ഥ നിർമ്മാണവും നടക്കുന്നത് നിങ്ങളുടെ കാഴ്ചകൾക്കെത്താൻ കഴിയാത്തത്ര ആഴങ്ങളിലാണ്. നിങ്ങളുടെ സമയപരിധിക്കുള്ളിൽ ഫലങ്ങൾ ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് വിതച്ച വിത്തിൽ നിന്ന് നാളെ തന്നെ ഫലം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രകൃതി എപ്പോഴെങ്കിലും ഇത്ര തിടുക്കത്തിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വലിയ മരത്തിനു പോലും കാറ്റിൽ കടപുഴകി വീഴാതിരിക്കാൻ, അതിന്റെ വേരുകൾ ഉറപ്പിക്കാൻ വർഷങ്ങളുടെ സമയമെടുക്കും. അതുപോലെ തന്നെ ജീവിതം നിങ്ങളുടെ വേരുകളെയും ശക്തിപ്പെടുത്തുകയാണ്. നിങ്ങൾക്കായി ആഗ്രഹിച്ച സാഹചര്യങ്ങളെ നേരിടാൻ അത് നിങ്ങളെ സജ്ജരാക്കുന്നു. ഈ കാലതാമസം ഒരു ശിക്ഷയല്ല, മറിച്ച് ഉടൻ തന്നെ നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന വലിയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങളുടെ അവസാനത്തെ സത്യം എന്ന് നിങ്ങൾ കരുതുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആശയക്കുഴപ്പം. ജീവിതം ഒരു സ്ഥലത്തും നിൽക്കാതെ ഒഴുകുന്ന ഒരു നദിയാണെന്ന കാര്യം നിങ്ങൾ മറക്കുന്നു. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടവും അസ്വസ്ഥതയും ശൂന്യതയും വെറുമൊരു ഇടവേള മാത്രമാണ്, ലക്ഷ്യമല്ല. നിങ്ങളൊരു കാര്യം പൂർണ്ണ ഹൃദയത്തോടെ ആഗ്രഹിക്കുമ്പോൾ ആ ഊർജം പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിലേക്ക് നേരിട്ട് ചെല്ലുകയും ആ നിമിഷം തന്നെ നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കാനുള്ള പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ സമ്മാനം നേരിട്ട് നിങ്ങളുടെ കൈകളിൽ വച്ചുതരില്ല. കാരണം നിങ്ങൾ ഉള്ളിൽ നിന്ന് തയ്യാറായിട്ടില്ലെങ്കിൽ ആ സമ്മാനം നിങ്ങൾക്കൊരു ഭാരമായി മാറും. ചെറിയൊരു ദുർബലമായ പാത്രത്തിലേക്ക് കടലിലെ വെള്ളം മുഴുവൻ ഒഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അത് പെട്ടെന്ന് തകർന്നു പോകും. അതുകൊണ്ടാണ് ജീവിതം ആദ്യം നിങ്ങളുടെ ഉള്ളിലെ പാത്രത്തെ വലുതാക്കുന്നത്. അത് നിങ്ങളെ ശക്തനാക്കുന്നു. ആ അനന്തമായ സന്തോഷവും വിജയവും ഉൾക്കൊള്ളാൻ നിങ്ങളെ പ്രാപ്തനാക്കാൻ അത് നിങ്ങളെ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുക്കുന്നു. ഈ പ്രക്രിയ നിങ്ങൾക്ക് വേദന നൽകുന്നു. നിങ്ങൾ തകർന്നു പോകുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ വാർത്തെടുക്കപ്പെടുകയാണ്. ഒരു പുതിയ കൂടുതൽ ശക്തനായ വ്യക്തിയുടെ ജനനത്തിനായി നിങ്ങളുടെ പഴയ വിശ്വാസങ്ങളും നിങ്ങളുടെ പഴയ ഭയങ്ങളും നിങ്ങളുടെ അഹങ്കാരവും തകർക്കപ്പെടുകയാണ്. ഈ മുഴുവൻ പ്രക്രിയയിലും നിങ്ങളെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മനസ്സാണ്. മനസ്സ് എപ്പോഴും അനിശ്ചിതത്വത്തെ ഭയപ്പെടുന്നു. അതിന് എല്ലാത്തിനും പെട്ടെന്നുള്ള കണക്കുകൾ വേണം. കാര്യങ്ങൾ മനസ്സിനനുസരിച്ച് നടക്കാതിരിക്കുമ്പോൾ അത് നിങ്ങളെ ഭൂതകാലത്തിന്റെ പശ്ചാത്താപത്തിലേക്കോ ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിലേക്കോ തള്ളിവിടുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ അടിമയാകരുത്. നിങ്ങളൊരു കാഴ്ചക്കാരനാകണം. നിങ്ങളുടെ സ്വന്തം ചിന്തകളുടെ തിരമാലകൾ ഉയരുന്നതും താഴുന്നതും തീരത്തിരുന്ന് നിരീക്ഷിക്കുന്ന ഒരു സാക്ഷിയാകുക. അതിൽ ഒഴുകിപ്പോകാതെ നിങ്ങൾ കാര്യങ്ങളെ ഇത്ര ശാന്തമായി നോക്കിക്കാണാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ മാത്രം കളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നും എന്നിട്ടും നിങ്ങൾക്ക് അർഹമായത് ലഭിക്കുന്നില്ലെന്നും നിങ്ങൾ പലപ്പോഴും പരാതിപ്പെടുന്നു. എന്നാൽ അല്പം ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ആ കാര്യത്തിന് നിങ്ങൾ ശരിക്കും തയ്യാറാണോ? നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലും ഭയമോ സംശയമോ അവശേഷിക്കുന്നില്ലേ? നിങ്ങൾ വെറും വാക്കുകൾ കൊണ്ട് ചോദിക്കുന്നത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നില്ല. നിങ്ങൾ ഉള്ളിൽ അനുഭവിക്കുന്നത് എന്താണോ അതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ വാക്കുകളിലൂടെ വിജയം ചോദിക്കുകയും എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ പരാജയത്തെ ഭയന്ന് വിറയ്ക്കുകയുമാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിലേക്ക് പരാജയത്തിന്റെ സൂചനയാണ് അയക്കുന്നത്. നിങ്ങളുടെ യഥാർത്ഥ പ്രാർത്ഥന നിങ്ങളുടെ വാക്കുകളല്ല, മറിച്ച് നിങ്ങളുടെ ഊർജമാണ്. ഓരോ നിമിഷവും നിങ്ങൾ അനുഭവിക്കുന്ന പ്രകമ്പനമാണത്. അതുകൊണ്ട് പുറമേയുള്ള കാര്യങ്ങളെ മാറ്റാൻ ഓടുന്നതിനു മുൻപ് നിങ്ങളുടെ ഉള്ളിലെ ലോകത്തെ ശാന്തമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഉള്ളിൽ നിന്ന് ശാന്തവും സ്ഥിരതയുള്ളവനുമാകുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം സ്വയം ശരിയായ സ്ഥലത്ത് വരാൻ തുടങ്ങും. സ്ഥിരതയെന്നാൽ നിങ്ങൾ ശ്രമം ഉപേക്ഷിക്കുകയോ ജീവിതത്തോട് തോൽവി സമ്മതിക്കുകയോ ചെയ്യുക എന്നല്ല അർത്ഥമാക്കുന്നത്. പുറത്ത് എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും അണയാത്തൊരു ദീപം കത്തുന്നുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ് യഥാർത്ഥ സ്ഥിരത. ഈ വിശ്വാസത്തോടെ നിങ്ങൾ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ചുവടുവെപ്പും ഒരു പ്രാർത്ഥനയായി മാറുന്നു. അപ്പോൾ നിങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് യാതൊരു തിടുക്കവും ഉണ്ടാകില്ല.
അപ്പോൾ നിങ്ങൾ സമയത്തോട് പോരാടുന്നത് നിർത്തുകയും സമയത്തിന്റെ പ്രവാഹത്തോടൊപ്പം ഒഴുകാൻ പഠിക്കുകയും ചെയ്യും. ക്ഷമ എന്നത് നിങ്ങൾ കണ്ടെത്തേണ്ട ഒരു ഗതികേടല്ല, മറിച്ച് ക്ഷമ എന്നത് വളരെ വലിയൊരു ആത്മീയ ശക്തിയാണ്. പരാതികളില്ലാതെ, നിങ്ങളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാതെ, നിലവിലെ ഓരോ നിമിഷവും അതിന്റെ പൂർണ്ണമായ ആഴത്തോടെ എങ്ങനെ ജീവിക്കാമെന്ന് അത് നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ക്ഷമയോടെ ഒന്നിനായി കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിപ്പ് നിങ്ങളെ ശൂന്യമാക്കുന്നില്ല, മറിച്ച് അത് നിങ്ങളെ ഒരു പ്രത്യേകതരം പൂർണ്ണത കൊണ്ട് നിറയ്ക്കുന്നു. നിങ്ങൾ പോകുന്ന ലക്ഷ്യസ്ഥാനവും അതേ വേഗതയിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി നിങ്ങൾ പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട്. ഇതുവരെ എല്ലാ പരാജയങ്ങളെയും നിങ്ങളുടെ തോൽവിയായാണ് നിങ്ങൾ കണ്ടത്. ഓരോ തടസ്സങ്ങളെയും ഒരു മതിലായി നിങ്ങൾ കണക്കാക്കി. എന്നാൽ ആത്മജ്ഞാനത്തിന്റെ ഈ പാതയിൽ ഒന്നും ഒരു മതിലല്ല, എല്ലാം ഓരോ പടവുകളാണ്. നിങ്ങളെ വഞ്ചിക്കുന്ന ആളുകൾ, നിങ്ങളെ കരയിക്കുന്ന സാഹചര്യങ്ങൾ, നിങ്ങളെ ഏകാന്തനാക്കുന്ന സമയം, അവരൊന്നും നിങ്ങളുടെ ശത്രുക്കളല്ല. നിങ്ങൾ പോലുമറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അനന്തമായ ശക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പ്രപഞ്ചമയച്ച രഹസ്യ അധ്യാപകരാണ് അവരെല്ലാം. നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുമ്പോൾ, ഇനി സഹിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, കൃത്യം ആ നിമിഷത്തിൽ നിങ്ങളുടെ അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ ഭാഗം തകർന്നു വീഴുകയും അവിടെ നിന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ബോധം ഉണരുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വേദനകളിൽ നിന്ന് ഒളിച്ചോടരുത്. നിങ്ങളുടെ അസ്വസ്ഥതകളെ അടിച്ചമർത്താൻ ശ്രമിക്കരുത്. അതിനെ അനുഭവിക്കുക, അതിനെ മറികടക്കുക. നിങ്ങൾ നിങ്ങളുടെ വേദനയോടൊപ്പം ഇരിക്കാൻ പഠിക്കുമ്പോൾ, അതിനെ ഭയപ്പെടാതെ, അതിനെ കുറ്റപ്പെടുത്താതെ, ആ വേദന പതുക്കെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നു. പുറത്തു നടക്കുന്നതെല്ലാം വെറുമൊരു മറ മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. യഥാർത്ഥ നാടകം നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ചിന്തകളുടെയും നിങ്ങളുടെ വികാരങ്ങളുടെയും നിങ്ങളുടെ ഊർജത്തിന്റെയും ഏക സ്രഷ്ടാവ് നിങ്ങൾ തന്നെയാണ്. ഈ ഉത്തരവാദിത്തം നിങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം അനുഭവപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ആരോടും ഒരു പരാതിയും ഉണ്ടാകില്ല. ദൈവത്തോടോ വിധിയിലോ ആളുകളോടോ ഇല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിങ്ങളുടെ സ്വന്തം ബോധത്തിന്റെ വികാസമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങളുടെ ബോധം ഉയരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതവും താനേ ഉയരാൻ തുടങ്ങും. അപ്പോഴാണ് നിങ്ങൾ അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കാത്തത്. കാരണം നിങ്ങളുടെ അസ്തിത്വം തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. നിങ്ങളുടെ ഉള്ളിലെ ശ്വാസം, നിങ്ങളുടെ മിടിക്കുന്ന ഹൃദയം, നിങ്ങളുടെ ചിന്തിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ആ പരമമായ ശക്തിയുടെ ഒരു ഭാഗം തന്നെയല്ലേ? ഈ ശക്തിയെ തിരിച്ചറിയുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തിക്ക് നിങ്ങളുടെ ചെറിയ ജീവിതത്തെയും ശരിയായ ദിശയിലേക്ക് നയിക്കാൻ പൂർണ്ണമായും കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമാകും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറി ആ ശക്തിയെ അതിന്റെ ജോലി ചെയ്യാൻ അനുവദിക്കുക എന്നതു മാത്രമാണ്. ഈ അനുവാദം നൽകുന്നതിനെയാണ് സമർപ്പണം എന്ന് വിളിക്കുന്നത്. സമർപ്പണം എന്നാൽ തോൽവി സമ്മതിക്കലല്ല, നിങ്ങളുടെ അഹങ്കാരത്തേക്കാൾ ബുദ്ധിമാനായ മറ്റൊരു ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ആ പരമമായ ബുദ്ധിക്ക് കൈമാറുന്നുവെന്നും തിരിച്ചറിയുക എന്നാണ്. നിങ്ങൾ ആ പരമമായ ശക്തിക്ക് മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ ആ പഴയതും മടുപ്പിക്കുന്നതുമായ സ്വഭാവം എന്നേക്കുമായി ഇല്ലാതാകുന്നു. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുന്നത് നിങ്ങളുടെ ഊർജം പാഴാക്കുക മാത്രമാണെന്ന് നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ ശക്തി പുറത്തുള്ള ലോകത്തെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കുന്നതിലല്ല, മറിച്ച് പുറത്ത് എന്തു തന്നെ സംഭവിച്ചാലും നിങ്ങളുടെ ഉള്ളിലെ ലോകത്തെ ശാന്തവും സ്ഥിരതയുമുള്ളതായി നിലനിർത്തുന്നതിലാണ്. ഈ അവസ്ഥയിലാണ് അത്ഭുതങ്ങൾ ജനിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ യാതൊരു പ്രക്ഷുബ്ധതയുമില്ലാത്തപ്പോൾ, അപ്പോൾ ഓരോ അസാധ്യമായ കാര്യങ്ങളും സാധ്യമാകുന്ന പ്രപഞ്ചത്തിന്റെ ആ സൂക്ഷ്മമായ ആവൃത്തിയുമായി നിങ്ങൾ ബന്ധിക്കപ്പെടുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ദിവസം മുഴുവൻ ഏതുതരം ചിന്തകൾക്കാണ് നിങ്ങൾ ഉള്ളിൽ ഇടം നൽകുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് വിജയം വേണം, എന്നാൽ നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും പരാജയത്തെക്കുറിച്ചുള്ള ഭയത്താൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ കുറവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയാണ്. പ്രപഞ്ചത്തിന് നിങ്ങളുടെ ഭാഷ മനസ്സിലാകില്ല. അത് നിങ്ങളുടെ ഊർജത്തെയും നിങ്ങളുടെ വികാരങ്ങളുടെ പ്രകമ്പനത്തെയും മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും സ്നേഹവും സമാധാനവും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആദ്യം അവയെ നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കണം. അതെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടെന്ന പോലെ നിങ്ങൾ പെരുമാറണം, അങ്ങനെ ചിന്തിക്കണം. നിങ്ങൾ ഈ കൃതജ്ഞതാബോധത്തോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ പൂർണ്ണമായും മാറുന്നു. മുമ്പ് നിങ്ങളിൽ നിന്ന് ഓടിയകന്നു എന്ന് തോന്നിയ കാര്യങ്ങൾ ഇപ്പോൾ അവ തനിയെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. കാരണം നിങ്ങളിപ്പോൾ അവയ്ക്കൊരു കാന്തമായി മാറിക്കഴിഞ്ഞു. ഈ യാത്ര എന്തെങ്കിലും നേടിയെടുക്കാനുള്ളതല്ല, മറിച്ച് സ്വയം പൂർണ്ണമായും ശൂന്യമാക്കാനുള്ളതാണ്. പഴയ ചിന്തകളുടെയും പഴയ വിശ്വാസങ്ങളുടെയും പഴയ സങ്കടങ്ങളുടെയും മാലിന്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം പുതിയതും മനോഹരവുമായ ഒരു കാര്യത്തിനും നിങ്ങളുടെ ഉള്ളിൽ ഇടമുണ്ടാകില്ല. നിങ്ങളുടെ ഭൂതകാലത്തോട് നിങ്ങൾ പൂർണ്ണമായും വിട പറയണം. ഭൂതകാലത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചവരെയും നിങ്ങളോട് മോശമായി പെരുമാറിയവരെയും ക്ഷമിക്കുക. ഈ ക്ഷമ അവർക്കു വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം മോചനത്തിനു വേണ്ടിയാണ്.
ആരോടെങ്കിലും കോപമോ വെറുപ്പോ നിങ്ങൾ വെച്ചു പുലർത്തുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വന്തം കാലിൽ ചങ്ങലയിട്ട് നടക്കുകയാണ്. ആ ഭാരമേറിയ ചുമടുമായി ജീവിതത്തിന്റെ ഉയരങ്ങളിൽ തൊടാൻ നിങ്ങൾക്കെങ്ങനെ കഴിയും? അതുകൊണ്ട് ആ കൈപ്പേറിയ ഓർമ്മകളെയെല്ലാം ദീർഘമായൊരു ശ്വാസത്തോടെ പുറത്തേക്ക് കളയുക. ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടട്ടെ. നിങ്ങൾ ഈ ഭാരം ഇറക്കിവെക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശൂന്യത സൃഷ്ടിക്കപ്പെടുന്നു. അത് നികത്താൻ പ്രപഞ്ചം ഉടൻ തന്നെ അതിന്റെ ഏറ്റവും ശുദ്ധവും ദിവ്യവുമായ ഊർജം അയക്കുന്നു. ഈ ഊർജത്തിന്റെ ഒഴുക്കിലാണ് നിങ്ങൾ എപ്പോഴും അന്വേഷിച്ചിരുന്ന ആ വ്യക്തത നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മറ്റാരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്വന്തം മനസാക്ഷി തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ഗുരുവായി മാറുന്നു. അത് ഓരോ ചുവടുവെപ്പിലും നിങ്ങൾക്ക് വഴി കാണിക്കുന്നു. എന്നാൽ ആ മനസാക്ഷിയുടെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ മൗനം പരിശീലിക്കണം. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ പുറത്തെ ബഹളങ്ങളിൽ ഇത്രമാത്രം കുടുങ്ങിപ്പോയിരിക്കുന്നു. അവനോട് തന്നെ സംസാരിക്കാൻ മറന്നുപോയി. നിങ്ങളുടെ ഫോണിൽ നിന്നും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ലോകത്തിന്റെ എല്ലാ ബഹളങ്ങളിൽ നിന്നും അകലെ നിങ്ങൾക്കായി മാത്രം ഇരിക്കാൻ കഴിയുന്ന ചില നിമിഷങ്ങൾ ദിവസവും കണ്ടെത്തുക. ആ നിശബ്ദതയിൽ നിങ്ങൾ യാതൊന്നും ചിന്തിക്കേണ്ടതില്ല. നിങ്ങളുടെ ശ്വാസത്തെ മാത്രം അനുഭവിക്കുക. ഇവിടെ നിന്നാണ് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സംവദിക്കുന്നത്. നിങ്ങൾ ഈ പാതയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ പുതിയതും മുമ്പത്തേതിനേക്കാൾ വലുതുമായ ചില വെല്ലുവിളികൾ നിങ്ങളുടെ മുന്നിൽ വന്നേക്കാം. നിങ്ങൾ പഠിച്ച പാഠങ്ങൾ എത്രത്തോളം ഉറപ്പുള്ളതാണെന്ന് പരിശോധിക്കാനുള്ള പ്രപഞ്ചത്തിന്റെ രീതിയാണിത്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തോട് ഏറ്റവും അടുക്കുമ്പോൾ മനസ്സ് ഏറ്റവും കൂടുതൽ വ്യതിചലിക്കാൻ ശ്രമിക്കും. അത് നിങ്ങളെ ഭയപ്പെടുത്തും. വേദനയുണ്ടെങ്കിലും എല്ലാം പരിചിതമായിരുന്ന ആ പഴയ ലോകത്തേക്ക് നിങ്ങളെ തിരികെ വലിക്കാൻ അത് ശ്രമിക്കും. ഇതെല്ലാം വെറുതെയാണെന്ന് അത് പറയും. ഒന്നും മാറാൻ പോകുന്നില്ലെന്ന്. എന്നാൽ കൃത്യം ആ നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ ശക്തിയോടും കൂടി ഉറച്ചു നിൽക്കണം. നിങ്ങൾ ഇനി ആ മനസ്സിന്റെ അടിമയല്ലെന്ന് അതിനോട് പറയണം. നിങ്ങൾ ഇനി തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ലെന്ന്. നിങ്ങൾ ഈ അവസാന പരീക്ഷണങ്ങൾ പാസ്സാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കുന്ന പ്രഭാതത്തിന്റെ വെളിച്ചം നിങ്ങളുടെ അസ്തിത്വത്തെ മുഴുവൻ പ്രകാശിപ്പിക്കും. ആ നീണ്ട കാത്തിരിപ്പും വേദനയും ബുദ്ധിമുട്ടുകളും എത്രത്തോളം ആവശ്യമായിരുന്നുവെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതെല്ലാം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഈ ഉയരത്തിലെത്താൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ നിന്നൊഴുകിയ കണ്ണുനീരിനു പോലും നിങ്ങൾ പ്രപഞ്ചത്തോട് നന്ദി പറയും. കാരണം ആ കണ്ണുനീരാണ് നിങ്ങളുടെ കാഴ്ചയെ വ്യക്തമാക്കിയത്. ജീവിതത്തിലൊന്നും വെറുതെയാകില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ഓരോ ദിവസത്തെയും ഓരോ സംഭവങ്ങളും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഓരോ വ്യക്തിയും വളരെ വലുതും മനോഹരവുമായ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. ആ പദ്ധതി നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടി മാത്രമുള്ളതായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഇനി യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ശരിയായ സ്ഥലത്താണെന്നും ശരിയായ സമയത്താണെന്നും നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം ശരിയാണെന്നും പൂർണ്ണമായും വിശ്വസിക്കുക. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹവും സമാധാനവും മാത്രം നിലനിർത്തുക. ഈ ആത്മീയ യാത്ര ഒരു ആഘോഷം പോലെ ജീവിക്കുക. എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് നിങ്ങൾക്ക് ഈ ജീവിതം നൽകിയ ആ അനന്തമായ ശക്തിക്ക് നന്ദി പറയുക. നിങ്ങൾ ഈ പ്രപഞ്ചം മുഴുവനുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് അനുഭവിക്കുക. നിങ്ങളുടെ സാന്നിധ്യം ഈ ലോകത്ത് ഒരു മാറ്റമുണ്ടാക്കുന്നു. നിങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന ആർക്കും സമാധാനവും പോസിറ്റിവിറ്റിയും അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ ഊർജം വളരെ ഉയർന്ന തലത്തിൽ സൂക്ഷിക്കുക. യഥാർത്ഥ ആത്മജ്ഞാനം എവിടെയെങ്കിലും മലകളിൽ പോയോ ലോകം ഉപേക്ഷിച്ചോ ലഭിക്കുന്നതല്ല. ഈ ലോകത്തിൽ തന്നെ ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോ ജോലിയും പൂർണ്ണബോധത്തോടെയും സ്നേഹത്തോടെയും ചെയ്യുമ്പോഴാണ് അത് ലഭിക്കുന്നത്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഒരു ധ്യാനമായി മാറുമ്പോൾ, നിങ്ങളുടെ ഓരോ വാക്കും ഒരു പ്രാർത്ഥനയായി മാറുമ്പോൾ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനും ദൈവത്തിനുമിടയിൽ യാതൊരു അകലവും ഉണ്ടാകില്ല. നിങ്ങൾ തന്നെ ആ ദിവ്യമായ ഊർജ്ജമൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടമായി മാറുന്നു. അതുകൊണ്ട് ഇനി ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട. നിങ്ങളുടെ പ്രാർത്ഥനകൾ വളരെ മുമ്പ് തന്നെ കേൾക്കപ്പെട്ടിരിക്കുന്നു. അവയ്ക്കുള്ള ഉത്തരം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വാതിലുകൾ തുറന്നിടുക. നിങ്ങളുടെ കൈകൾ വിരിച്ചുപിടിക്കുക. ജീവിതം നിങ്ങൾക്ക് നൽകുന്നതെന്തും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതം ഇനി പഴയതുപോലെയാകില്ല. കാരണം നിങ്ങളിപ്പോൾ പഴയതുപോലെയല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. ഈ വെളിച്ചത്തെ ഇല്ലാതാക്കാൻ ഇനി ഒരിരുട്ടിനും കഴിയില്ല. സുഹൃത്തുക്കളെ, ആത്മജ്ഞാനത്തിന്റെ ആഴങ്ങൾ നിറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുകയും ഇത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ശാന്തിയോ വ്യക്തതയോ നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഈ ആത്മീയ യാത്രയിൽ നമുക്ക് തുടർന്നും ഒരുമിച്ച് സഞ്ചരിക്കാം. അതോടൊപ്പം കമന്റ് ബോക്സിൽ മനോഹരമായ ഒരു കമന്റ് രേഖപ്പെടുത്തുക. ഈ വീഡിയോയുടെ ഏത് ഭാഗമാണ് നിങ്ങളുടെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചതെന്ന് ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ചിന്തകൾ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്.